ഒന്ന് കോൺവാൾ കണ്ടിട്ട് വന്നാലോ? അപ്പം ഞങ്ങൾ കുറേ നാളായി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. സ്കോട്ട്ലൻഡാണ് ആദ്യം പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ലീവിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയത് കാരണം ഞങ്ങൾ പ്ലേസ് മാറ്റി പിടിച്ചു. കാരണം സ്കോട്ട്ലൻഡിലോട്ട് അത്യാവശ്യം നല്ല ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കോൺവാൾ ഫിക്സ് ചെയ്തു. പ്ലേസ് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ സ്റ്റേയുടെ കാര്യം നോക്കി. സ്റ്റേ നോക്കിയപ്പോൾ എല്ലായിടത്തും ഫുള്ളി ബുക്ക്ഡാണ്. കാരണം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇടയിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ഡേ നമ്മൾ പോയപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നാസിയ ലെമൺ റൈസും സാദാ റൈസും പിന്നെ തക്കാളിക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാസിയയുടെ. പിന്നെ ഇത് ഈ കാണുന്ന ഒരു ഏക്കർ കണക്കിന് പ്ലോട്ടിൽ ഇതാ നടുക്ക് കാണുന്ന ഫാം ഹൗസിലാണ് നമ്മളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ടാമിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാം ഹൗസാണ് കേട്ടോ. ഇവിടെ എത്തണ വരെ ചന്തുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ചന്തുവാണ് ഈ ടാമിൽ ഹൗസ് കണ്ടുപിടിച്ചത്. അപ്പോൾ സ്റ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ചന്തുവിന് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നമ്മളെല്ലാവരും വാവ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു 9 സീറ്റർ റെൻറ്റിന് എടുക്കേണ്ടോ ചെയ്തത്. അത് കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാറിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും 3 കാറിലായിട്ടായിരുന്നു, സ്പ്ലിറ്റായിരുന്നു. അപ്പോൾ അധികം അങ്ങനെ എൻജോയ്മെൻറ്റ് കുറവായിരുന്നു ട്രാവലിങ്ങിൻ്റെ ഇടയിൽ. പക്ഷേ ഇത്തവണ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ലേഡി നമ്മളുടെ ഒപ്പം എല്ലായിടത്തും വന്ന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചെറിയൊരു ഹോം ടൂർ കണ്ടാലോ? അപ്പോൾ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ ഒരു ചെറിയ വാക്ക് വേ ഉണ്ട്. അവിടെ നിന്ന് 2 സൈഡിലോട്ടായിട്ട് 2 ഡോറുണ്ട് കേട്ടോ. ഒരെണ്ണം TV ലോഞ്ച് യൂണിറ്റ് ഏരിയയിലോ ആണ്. അത് അടിപൊളി, അത്യാവശ്യം വലുത് തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള സ്പേസും പിന്നെ പണ്ട് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ അവർ തീയിടണ തണവുള്ള ടൈമിൽ ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, കോഫി യൂണിറ്റ് ഉണ്ട്. പിന്നെ അവിടെ താഴെ തന്നെ ഒരു അടിപൊളി വലിയ ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ 4 ബെഡ്റൂമാണ്. ഇത് ഒരു കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ ആ വിൻഡോയിലൂടെ. ഇതാണ് കേട്ടോ പൂജയുടെ ബെഡ്റൂം. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. പിന്നെ ഇതാണ് ശങ്കറിൻ്റെ അമ്മയുടെ ബെഡ്റൂം. അടിപൊളിയായിരുന്നു കേട്ടോ ബെഡ്റൂമും എല്ലാവരും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഓവനൊക്കെ അവരിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓവനാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ടോസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമെന്ന് തോന്നുന്നു. ഈ വീട് അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടാണ് കേട്ടോ. അവർ പക്ഷേ എല്ലാം നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ആ വീടിൻ്റെ തറയൊക്കെ കല്ല് കൊണ്ടാണ് പണിത് വെച്ചേക്കുന്നത്. നൈറ്റിൽ ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ എടുത്ത ഫുഡിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കനും പനീറൊക്കെ മാഗ്നേറ്റ് ചെയ്ത് അതൊന്ന് ഗ്രില്ലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇരിക്കുന്ന ടൈം അടിപൊളിയായിരുന്നു. ഭയങ്കര പ്രഷ്യസാണ്, നമ്മളുടെ മെമ്മറിയിൽ എന്നും നിൽക്കണതാണ്. പിന്നെ ഇഷു ബേബി മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ അന്താക്ഷരിയൊക്കെ കളിച്ച് ഒരു 12 മണി വരെ അങ്ങനെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവിടെ നടക്കാൻ ഇറങ്ങിയിട്ടാണ്. എന്തു ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. നിറയെ പൂക്കളും പച്ചപ്പാണ് ഫുള്ള്. നമ്മൾ കേരളത്തിലേക്ക് കൂടുതൽ പച്ചപ്പ് UK ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിലായിട്ട് സൗന ബാത്തിങ് എന്നും പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇവിടെ നിന്ന് ചെറിയ തണുത്ത വെള്ളത്തിൽ നമ്മൾ ബാത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റീം ബാത്തിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ സൗന ബാത്തിങ് ഇവർ കൂടുതലായിട്ട് എടുക്കുന്നത് ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗത്തിനൊക്കെ ചികിത്സ പോലെയാണ് ഇവർ ഈ സംഭവം ചെയ്യണത് കേട്ടോ. പിന്നെ ഞങ്ങൾ 3-4 പേരും കൂടിയും പൂജ കൂടി ഉണ്ട് കേട്ടോ. പൂജയാണ് വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയും അൽപ്പാക്കസിനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ പുള്ളിക്കാരൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 മിനിറ്റ് ഞങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടിയിട്ടോ. പാവം ഇഷു ബേബി ഞങ്ങൾ നോക്കിയപ്പോൾ ആദ്യമേ ഓടി. പിന്നെ ഞങ്ങൾ ഇഷ്കുവിനെ എടുത്ത് ഓടിയിട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി റെഡിയായി. ടിൻഡകൽ കാസിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ എല്ലാവരും കൂടി റെഡിയായിട്ട് അങ്ങോട്ട് പോയിട്ടോ. ടിൻഡകൽ കാസിൽ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷെ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. എന്താണെന്നറിയോ, ഞാൻ ഷൂ ഇടണതിന് പകരം ഹീൽസുള്ള ചെരുപ്പൊക്കെ ഇട്ടാണ് പോയത്. പക്ഷേ അതൊന്നും ഇട്ട് പോയാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് തന്നെ ഇടണം. ട്രെയിനേഴ്സാണ് ഏറ്റവും നല്ലത്.
കാരണം അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെരുപ്പ് ഇട്ടിട്ടൊന്നും ഒരിക്കലും പറ്റൂല. പിന്നെ അവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ടായിരുന്നു, മറ്റേ കിങ് ആർത്തറിൻ്റെ ജന്മസ്ഥലമൊക്കെയാണ് അവിടെ. അപ്പോൾ അത് എന്താണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്ലേസും കൂടിയാണ് നമ്മുടെ UK കോൺവാളിൽ. ക്യാസിലോട്ട് മാത്രം പോയാൽ പോരല്ലോ, തിരിച്ചും കൂടി കയറണ്ടേ, അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ തിരിച്ച് നടന്നപ്പോൾ ഇക്കുവിന് നടന്ന് കാലുവേദനയായി. അപ്പം നിതിൻ ഷോൾഡറിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ അമ്മനെ ക്യാസിലോട്ട് കൊണ്ടുപോയില്ല, കാരണം അത്യാവശ്യം നടക്കാണ്ട് നമുക്ക് കാലുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം അവിടെ ഒരു ചെറിയ കഫേയിലാണ് ഇരുത്തിയത്. പിന്നെ ഞങ്ങൾ നേരത്തെ പോയത് പോർച്ചുഗലിനോ സ്റ്റേഡിയം കാണാനാണ്. പക്ഷേ അവിടെ കയറാൻ പറ്റില്ല, കാരണം അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക, അവിടെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അവർ നമ്മൾ ആ പരിസരത്തോട്ട് പോലും അടുപ്പിക്കൂല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലാൻഡ്സെൻഡിലോട്ടാണ് കേട്ടോ. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാവരും ഏകദേശം അടുത്തടുത്താണ് ഉള്ളത്. ഞങ്ങളുടെ സ്റ്റേ അവിടെ നിന്ന് കുറച്ച് 1 മണിക്കൂർ അകലെയായിരുന്നു സ്റ്റേ. പക്ഷേ ഈ പറയുന്ന എല്ലാ ബീച്ചുകളും തൊട്ടടുത്തടുത്താണ്. ലാൻഡ്സെൻഡ്, പോർച്ചുഗലിനോ ആൻഡ് സെൻറ്റ് ഐവ്സ് ബീച്ച്, ഇതെല്ലാം തൊട്ടടുത്തടുത്ത് കിടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് സെൻറ്റ് ഐവ്സ് ബീച്ചിലോട്ടാണ്. ഇവിടെയുള്ള ബിൽഡിങ്ങൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേഡീസ് എല്ലാവരും കാറിലിരുന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ഫോട്ടോയിലും സെയിം ഡ്രസ്സല്ലേ കിട്ടുക. അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്റ് ഐവ്സ് ബീച്ചും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹൈ ടൈഡ് ലോ ടൈഡ് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ നിൽക്കും തോറും വെള്ളം ഇറങ്ങി പോയിക്കൊണ്ടിരുന്നിരുന്നതാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്നപ്പോൾ ഒരു മീൻ അവിടെ ചത്തടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഷാർക്കാണെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ നിന്ന് കളിക്കണ കണ്ടില്ലേ, അത്രയും അറ്റം വരെയും പോയി. പതിയെ ഈ വെള്ളം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ സ്റ്റേ അക്കോമഡേഷൻ്റെ അവിടേക്ക് പോയിട്ടോ. നമ്മൾ കാരണം നൈറ്റ് ജക്കൂസി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളത് ക്യാൻസലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെതർ മോശമായത് കാരണം നമ്മളത് ക്യാൻസലാക്കി. നിങ്ങൾ കണ്ടില്ലേ റെയിൻബോ, ഈ റെയിൻബോ ഇങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ കറക്റ്റ് റൗണ്ട് മീൻസ് ഹാഫ് റൗണ്ടിൽ ഞങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. നമ്മൾ നേരെ പോയത് കോസ്ഫോൾഡ് വില്ലേജിലോട്ടാണ് കേട്ടോ. അത് അടിപൊളി വില്ലേജായിരുന്നു. ഇവിടെയൊക്കെ എന്താണെന്നറിയില്ല, ഇവിടെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കല്ലുകൾ കൊണ്ടാണ് നമ്മൾ വീടെല്ലാം പണിത് വെച്ചേക്കണത്. കല്ല് ഇങ്ങനെ ശരിക്കുമുള്ള കല്ലാണ് ചീളായിട്ടാണ് വെച്ചേക്കണത്. കാരണം നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ കൂടുതലും കാണുന്ന വീടുകൾ മറ്റേ ഇഷ്ടിക അതുകൊണ്ട് ഉണ്ടാക്കിയേക്കണ പോലത്തെ വീടുകളാണ്. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഫുൾ ഇങ്ങനത്തെ ഒരു വീടുകളാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വില്ലേജ് കാണാനായിട്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വില്ലേജാണ് ഇതെല്ലാനും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പശുവിനെ നോട്ടീസ് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് അത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. അതിന് സെയിം പാറ്റേൺ, സെയിം കളറ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഇവിടെ നിറയെ സ്വാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാനിനെ ഇങ്ങനെ ഇഷ്കും കൂടിയും കൈയൊക്കെ വെച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നിരുന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനെ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്, കാരണം ഇതിന് നല്ല സ്ട്രെങ്ത് ഉണ്ട്, ഇതിൻ്റെ ചിറക് കൊണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ ഒടിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ കയറി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ സൗത്ത് എൻഡിലോട്ട് പോകുന്നു കേട്ടോ. പോകുന്ന ടൈം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബാക്കിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ഫുൾ എനർജിയിലാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറയാനുള്ളത് ബാക്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ 3 ദിവസം നീണ്ടു നിന്ന കോൺവാൾ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി. പിറ്റേ ദിവസം എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഷിഫ്റ്റിനൊക്കെ പോയി തുടങ്ങി. ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ മെമ്മറി. എന്താ പറയുക, അടുത്ത ട്രിപ്പിന് വേണ്ടി ഇനി കാത്തിരിക്കുക എന്ന് പറയാം. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് വരെ, അടുത്ത ഒരു ട്രിപ്പ് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.